ഒരു വിട്ടുവീഴ്ചയില്ല. സക്കാത്ത് കൊല്ലത്ത് കൊടുത്താൽ മതി, നോമ്പ് കൊല്ലത്തിൽ ഒരു മാസം മതി, ഹജ്ജും കൊല്ലത്തിൽ മതി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് 5 വക്ത് നിസ്കാരം എന്നത്. ഇതാണെങ്കിലോ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. റജബിലാണല്ലോ നിസ്കാരം കിട്ടിയത്. റജബ് 27-ാം രാവിനാണ് നിസ്കാരപ്പൊതി സമ്മാനമായിട്ട് കിട്ടിയത്. അതിന്റെ വാർഷികത്തിന്റെ മാസവും കൂടിയാണ്. അവിടെ തന്നെ നമുക്ക് ചിന്തിക്കാണ്ട്, ശരീഅത്തിലെ ഏത് അമലുകളും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മകനെ ഭൂമിയിലേക്ക് അല്ലാഹു തആല കൊടുത്തേക്കാണ്. ഏത് അമലും, ഹജ്ജുമായി ബന്ധപ്പെട്ടത്, സക്കാത്തുമായി ബന്ധപ്പെട്ടത്, നോമ്പുമായി ബന്ധപ്പെട്ടത്, ഉംറയുമായി ബന്ധപ്പെട്ടത്, സകല നിയമാവലികളും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തേക്കാണ് ചെയ്തത്. പക്ഷെ നിസ്കാരം കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോ അങ്ങോട്ട് കൊടുത്താച്ചില്ല, അങ്ങോട്ട് കൊണ്ടേ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. കാരണം എന്താ, സമ്മാനത്തിന്റെ വലുപ്പാണത്. അങ്ങോട്ട് കൊടുത്താക്കണ്ടല്ല, അങ്ങോട്ട് വിളിച്ചിട്ട് കൊടുക്കണ്ട. എല്ലാം അങ്ങോട്ട് കൊടുത്താക്കിയത് ഭൂമിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്താച്ചു. നിസ്കാരം കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടേ. ഇതിങ്ങനെ ചെയ്യണെന്തിനാ വെച്ചാൽ ഇതിന്റെ നിലവാരം മനസ്സിലാക്കാനാണല്ലോ. പക്ഷെ നമുക്ക് യാതൊരു നിലയുമില്ല നിസ്കാരത്തിന്. എനിക്ക് 2 ദിവസം മുമ്പ് ഇങ്ങനെ വേണ്ട, കണ്ണൂര് സ്റ്റേഷനിൽ പോയി ഇറങ്ങി വാതിന്. അവ ഏകദേശം 5 മണിയായിട്ടുണ്ടാവും. അസർ നിസ്കരിച്ചിട്ടില്ല, ളുഹ്റും നിസ്കരിച്ചില്ല. ളുഹ്റ് അസർക്ക് ബിന്ദിശമാക്കിയാണ്, മരുവിന്റെ നിസ്കരിച്ചാൽ മതി. ഞാൻ ഇറങ്ങിയ ഉടനെ കൈ കൊടുക്കാനും മറ്റേന്നല്ല, എനിക്ക് പള്ളി ഇട്ടാളും എത്തിപ്പാടിലാണ്. കൊണ്ടാൻ വേണ്ടി വന്ന ആള് സംഘാടകരിൽ പ്രമുഖനുമാണ്. അപ്പൊ അയാള് പറഞ്ഞ് പള്ളിയുണ്ട്, ബേജാറുണ്ട്. വല്ല പള്ളിയാണ്, എന്തായാലും ചായം കടി ആദ്യം പള്ളി കാണിച്ചിട്ട്, കാരണം സമയം പോലെ. അങ്ങനെ കാറിൽ ഇങ്ങനെ അവിടുന്ന് പോകണല്ലോ. അപ്പോ പള്ളിയുടെ അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു, പള്ളി എന്നാ പള്ളിയിൽ ഇറങ്ങാൻ എന്നിട്ട് ഒരു 4 ഇറങ്ങാന്നുള്ള ആൾക്ക്. അവ ഞാൻ ചോദിച്ചു, നിങ്ങളും സ്കേച്ചില്ല ചോദിച്ചു. ഓരോ സ്കേച്ചില്ല, ഓരോ ചൂടും പോകുകയൊന്നുമില്ല. അല്ല, ഇയാൾക്ക് അതിന്റെ ചൂടും പോകുകയൊന്നുമില്ല. ഞാൻ എന്റെ വേജാറിൽ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോഴാണ് ഇയാൾക്ക് അസറിന്റെ ഓർമ്മ വരുന്നത്. ഞാൻ അങ്ങനെ കുറെ വണ്ടിയിൽ നിന്നിച്ച്, എന്താണ് ഇപ്പൊ ഇവരൊക്കെ അവസ്ഥ? ആളെ ഞാൻ പറഞ്ഞാലേ ഇപ്പത്താവുള്ളൂ, ആളെ പറഞ്ഞില്ല. എന്താണ് ഇപ്പൊ അവരൊക്കെ അവസ്ഥ? എന്ത് വയലാണ് നടത്തുന്നത്? നിസ്കാരത്തിനൊരു ബോധം എന്ന് പറഞ്ഞില്ല. അടുത്ത കാലത്ത് അത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. വേണമെങ്കിൽ നിസ്കരിക്കാം, കല്യാണം ഉണ്ടെങ്കിൽ നിസ്കരിക്കണ്ട, കുടിരിക്കലുണ്ടെങ്കിൽ നിസ്കരിക്കണ്ട, യാത്ര ഉണ്ടെങ്കിൽ, പ്രകടനം ഉണ്ടെങ്കിൽ നിസ്കരിക്കണ്ട, തുള്ളിയാ മതി നിസ്കരിക്കണ്ട. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെയും ഒക്കെ കൂടി പുറത്ത് ഇറക്കിയിട്ട് ഓലിപ്പ ഇവിടുന്ന് പോയി നിസ്കരിക്കണം. അല്ല, ഇത് 2-2.5-3 മണിക്കൂർ റോട്ടിൽ കൂടി കുലുങ്ങി നടക്കുന്ന പെണ്ണുങ്ങളൊക്കെ എവിടുന്നപ്പോ അസർ നിസ്കരിക്കണം? ആർക്കെങ്കിലും അതിന്റെ തീ പോകണ്ടോ? ചൂടുണ്ടോ? കുറ്റം പറഞ്ഞ കത്തീവിനെ തട്ടാൻ നോക്കുക എന്നല്ലാതെ ഇതിന്റെ ബോധം ആർക്കെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പൊ അള്ളാന്റെ മുമ്പിൽ കുടുങ്ങൂലേ? അള്ളാന്റെ മുമ്പ് കുടുങ്ങല്ലോ ഇപ്പൊ ഇതൊക്കെ. അള്ളഹാനോട് പറയാൻ പറ്റുക പ്രകടനത്തിൽ പങ്കെടുത്തിട്ട് പറ്റില്ല, അല്ലെങ്കിൽ കല്യാണത്തിന് പോയതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റും. അതാ മാമൂട്ടി അങ്ങനെ കല്യാണത്തിന് അതിൽ 100 അവസരം പോയതാന്ന് അള്ളഹാനോട് പറയാൻ പറ്റും? എന്തേതിങ്ങനെ ആയിന്ന് നമുക്ക് അറിഞ്ഞൂടാ. നിസ്കാരത്തിന് ചൂടും പോകെയുള്ള ഒരു കൗമുണ്ടായിരുന്നു. ആ തലമുറ നശിച്ചോന്നും അറിയില്ല. ഒഴിവാക്കിയാല് പിന്നെ കാഫിർ എന്ന് പറയപ്പെട്ട ഒരു അമലല്ലേ ഉള്ളൂ. ഞാൻ മുമ്പ് ഉദ്ധരിച്ചിരുന്ന ഹദീസാണ്. ഇമാം തൊബറാനി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൻ തറക്ക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറ. എല്ലാവരും മനസ്സിലായി ഹദീസ് ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്യണതല്ല. മൻ ഏതൊരുത്തനാണ് തറക്ക അവൻ ഉപേക്ഷിച്ചാൽ അസ്വലാത്ത് നിസ്കാരം, മുതഅമ്മിദൻ മനഃപൂർവ്വം, മറന്നിട്ടോ ഉറങ്ങിപ്പെട്ടിട്ടൊന്നുമല്ല, അങ്ങ് പിരാന്തായിട്ടുമല്ല, അതൊക്കെ പിന്നെ മനഃപൂർവ്വം അല്ലല്ലോ.
ഒന്നുകിലും മറക്കണം അല്ലെങ്കിൽ ഉറങ്ങിപ്പെടണം. എന്നാ പിന്നെ നിസ്കരിച്ചാൽ മതിയല്ലോ. മറന്നിട്ട് ഒരാൾ നിസ്കാരം കലായി, കലാക്കിയ കുറ്റമില്ല, കാരണം മറന്നുപോയതാണ്. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ വക്ത് വരുന്നതിന് മുമ്പ് ഉറങ്ങി, കല ആയതിനു ശേഷമാണ് ഉണർന്നത്. മാരിവിന്റെ മുമ്പ് ഒരാളുണ്ട് അറിയാതാണ് ഉറങ്ങി, ഒരു 10 മണിക്കാണ് എണീറ്റത്. അപ്പൊ അവിടെ മാരി കല യേശല്ലേ കിട്ടുള്ളൂ. അപ്പൊ അറിയാതെ ഉറങ്ങിപ്പെട്ടതാണെങ്കിൽ അതിന് ഇളവുണ്ട്. ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പാടില്ല. നിസ്കാരത്തിന്റെ വക്തിൽ ഇപ്പൊ കിടന്ന് ഉറങ്ങിപ്പോവും എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് കിടക്കലും ഉറങ്ങലും ആറാമാണ്. അങ്ങനെ തന്നെ ആയിപ്പോയാൽ അതിനെറ്റില്ല. നേരെ മറിച്ച് ഒരാൾ ആ സമയത്ത് മനഃപൂർവ്വം ഇന്നാക്കാം അങ്ങനെ അങ്ങോട്ട് നിസ്കാരം കലാക്കിയാൽ ഒഴിവാക്കിയാൽ ഫഖദ് കഫറ ജിഹാറ എന്നാ പിന്നുള്ള വാക്ക്. ഫഖദ് കഫറ ജിഹാറ, ഓൻ പച്ചക്ക് കാഫറാണ് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസാണ് പിന്നെ ഇമാമിങ്ങളുടെ ചർച്ച. അതിലൊരു വിഭാഗം ഇമാമിങ്ങൾ പറഞ്ഞു ഒഴിവാക്കിയ തന്നെ കാഫറാവും എന്ന് പറഞ്ഞു. ഈ ഹദീസ് ആധാരാക്കി ഇമാമിന് ഷാഫി റളിയല്ലാഹു പറഞ്ഞു സംഗതി ഭയങ്കര ഗൗരവമാണ്, കാഫറാൻ തക്ക പണിയാണോ അവൻ ചെയ്തത്. പക്ഷെ ഒഴിവാക്കിയോണ്ട് ആ സ്പോട്ടിൽ കാഫറാവെന്ന് പറയണ്ട, പിന്നെ ഉജൂബ് നിഷേധിച്ചുകൊണ്ട് ഒഴിവാക്കിയ കാഫറാവെന്ന് പറഞ്ഞാൽ മതി എന്ന് ഷാഫി ഇമാം പറഞ്ഞു. എന്നാലും വിഷയം ഗൗരവമാണ്. ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് കള്ളുടിനേക്കാൾ വലിയ തെറ്റ്. കള്ളുടി നല്ലതാണെന്നോ ശരിയാണെന്നോ കുഴപ്പമില്ല എന്നൊന്നുമല്ല, പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റ് ഇത് ഒഴിവാക്കില്ല. നമ്മളെ മക്കളെ കൂട്ടത്തിൽ ആരെങ്കിലും കള്ളുടിക്കുകയാണെങ്കിൽ നമുക്ക് പോളൂ. ഇപ്പൊ ഇന്ന് സ്കൂളിൽ പോയ ആരെങ്കിലും പെൺകുട്ടി MDMA കഴിച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടക്കും ഈമാണ്ടെങ്കിൽ. പക്ഷെ ഇന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന പെൺകുട്ടികളെ കൂട്ടത്തിൽ പ്രായപൂർത്തിയുള്ള കുട്ടികൾ 100 അസുരം കള്ളാക്കിയെന്നാണ് നിങ്ങൾക്ക് പൊള്ളൂ. അതെന്താ കൊള്ളാത്തത്? വിഷയം ഗൗരവല്ലേ? നിങ്ങൾ ആരെങ്കിലും സ്കൂൾ കുട്ടികളോട് നിസ്കരിക്കണതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്? ഞാൻ ചോദിക്കലുണ്ട്. എനിക്ക് അങ്ങനത്തെ സ്കൂൾ കുട്ടി ഇല്ലേനു. ഞാൻ എന്റെ മോള് വലുതാപ്പ നേരെ കൊണ്ടുപോയിക്കാണ്ട് ഹിഫ്ളിന് പഠിക്കാൻ അവിടെ കൊണ്ടാക്കാൻ കാരണം ഈ ലൈൻ ബസ് പേടിച്ചിട്ടാണ്. ലൈൻ ബസ് പോയിട്ട് നിസ്കാരം പാഴാവുമെന്ന് പേടിച്ചിട്ടാണ് മാസാന്തം 16 രൂപ ചെലവായാലും വേണ്ടിയില്ല വേറെ സ്ഥലത്ത് പഠിക്കട്ടെ എന്ന് കരുതിയത്. നമുക്ക് ഉത്തരവാദിത്തല്ലേ? എനിക്ക് എന്റെ മോൾക്ക് മാസാന്തം 16 രൂപ ചെലവാണ്. 4500 രൂപയോളം അവിടെ ഫീസ് 5000-ഓളം കൊടുക്കണം. ബാക്കി യാത്രാ ചെലവും കൂടി കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം 16 രൂപ ചെലവാണ്. ഇതെന്തിനാ അറിയോ? ഇഫ്ള് തലയിൽ കയറിയതല്ല. എനിക്കങ്ങനെ എല്ലാ പെൺകുട്ടികളും ഇഫ്ള് പഠിക്കണം എന്നൊരു ആഗ്രഹക്കാരനോ അഭിപ്രായക്കാരനോ അല്ല. പിന്നെന്താ, ഇവിടെ ഈ ലൈൻ ബസ് പോക്കും നിസ്കാരം കല്ലെത്താലും ഒക്കെ കൂടി ആകെ ഖറാബാണ്. അതിനാണ് കഴിച്ചിലാനാണ് ആ കൊണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കിത് പറയാൻ അവകാശമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് എത്ര കുട്ടികൾ സ്കൂൾക്കുണ്ട്? സ്കൂൾ പഠനത്തിനെതിരല്ല, പക്ഷെ ഈ കുട്ടികളൊക്കെ എവിടുന്നാണ് നിസ്കരിക്കുന്നത്? അള്ളാഹിനോട് പറയാൻ പറ്റുമോ? അത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ട് 3-4 കൊല്ലം നിസ്കരിക്കാൻ പറ്റില്ല. നമുക്കതിന് ഉത്തരവാദിത്തമില്ലേ? ഉത്തരവാദിത്തം ഉണ്ട്, കഴിച്ചിലാവില്ല. ഉത്തരവാദിത്തം ഉണ്ട്, കഴിച്ചിലാവില്ല, ഒരിക്കലും കഴിച്ചിലാവില്ല. കാരണം അത്ര കട്ടായ തീരുമാനമാണ് നിസ്കാരം. കല്യാണത്തിനാണാമത്ത് ഭാര്യമാരോട് ആ വിഷയത്തിനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ടോ? ഞാൻ ഏതെങ്കിലും സൽക്കാരത്തിനോ കല്യാണത്തിനോ പോയിട്ട് എന്റെ ഭാര്യനോട് വിളിക്കാൻ ആദ്യം ചോദിക്കാൻ നിസ്കരിച്ചോന്ന് വെച്ചു. അതോ ഞാൻ മറന്നിട്ടിട്ട് പോയിക്കോന്ന് അർത്ഥത്തിൽ നിസ്കരിക്കാത്ത ആളൊന്നുമില്ല. ഇപ്പത്തെ ഓഡിറ്റോറിയല്ലേ നമുക്കറിയാലോ, അവിടെ ഒതുടുക്കാനുള്ള പോലെ കൊടുത്ത സൗകര്യമില്ല. ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ ആവുന്നുണ്ടോ? പൈപ്പുണ്ടോ? ഒതുടുക്കാനുള്ള സൗകര്യം നിസ്കാര സ്ഥലമുണ്ടോ? തീരല്ല എന്നല്ല, ഉള്ളുണ്ട്. അങ്ങോട്ട് പോവല്ലേ കൂട്ടം കൂടിയിട്ട്. ലോറില്ല, അസറില്ല, മഗ്‌രിബില്ല, ബിരിയാണിയും പായസവും അതിന് കുറെ ഈപത്തും നമീമത്തും. എന്നിട്ട് സറോജരും ഇങ്ങോട്ടും വരിക. യാ അല്ലാഹ്, ബാബുന്ന സ്വലാത്തു മിനൽ ഈമാൻ. ഈമാന്റെ ഘടകമാണ് നിസ്കാരം. മൻ തറക്ക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറ. ശത്രുക്കൾ ആരെങ്കിലും പള്ളി പൊളിച്ചാൽ നമുക്ക് ദേഷ്യം കയറും, നമ്മൾ പ്രകടനം നടത്തും, പ്രതിഷേധമാണ്. പക്ഷെ ഈ പ്രതിഷേധം നടത്തുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പലരും പള്ളിയല്ല ദീന് പൊളിച്ച ആൾക്കാർ.
എന്തേ ആ പള്ളി ഒളിക്കണ നല്ലതാണ്, പള്ളി ഒളിച്ചാൽ പ്രതിഷേധമില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ നെടുന്തൂണാണ്. ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ, ആ നെടുന്തൂണിനെ ആരെങ്കിലും നിലനിർത്തിയാൽ ഓൻ ദീനിനെ നിലനിർത്തി. ഫമൻ തറക്കഹാ, നിസ്കാരമാകുന്ന തൂണിനെ ആരെങ്കിലും പൊളിച്ചാൽ ഫഖദ് ഹദമദ്ദീൻ, നിശ്ചയം നിസ്തർക്കം അവൻ ദീന് പൊളിച്ചവനാണ്. നബിയുനാ റസൂലുള്ളാഹി. വർഗീയവാദികൾക്ക് RSകാർക്ക് കൂടി വന്ന പള്ളി വിളിക്കാനേ കഴിയുള്ളൂ. പക്ഷേ അബ്ദുറഹ്മാന് ദീന് വിളിക്കാൻ കഴിയും. ഇക്കൂട്ടത്തിൽ നിന്നിട്ട് നിസ്കരിക്കാതിരുന്നാൽ അവൻ പള്ളി പൊളിയനല്ല, ദീന് പൊളിയനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്കൊരാഗ്രഹമുണ്ട് ആത്മാർത്ഥമായിട്ട്, എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാളും ഫർള് നിസ്കാരം ജീവിതാന്ത്യം വരെ ഖളാ ആക്കൂല എന്ന് ശപഥം ചെയ്യുകയും അതിന് തീച്ചൂടുള്ള ആളുകളായി മാറണം. എന്നാ തന്നെ ക്ലാസ് മുതലായി. അത് മതി, നമ്മളെ ക്ലാസ് എന്നാ തന്നെ മുതലായി. നാളെ മഹ്ശറിൽ അള്ളാഹിനോട് പറയാലോ, നിസ്കാരത്തിന് തീപ്പോക്കുള്ള കുറച്ച് ആൾക്കാരുണ്ടാക്കാൻ പറ്റി. ഇക്കാലത്ത് അള്ളാഹു ഒരു ചൂടും പോകുകയും നമ്മുടെ കൽബിക്ക് കയറ്റി തെറ്റ്. നമ്മൾ ആൺകുട്ടികളെ കുറിച്ച് ശ്രദ്ധിക്കണം. പ്രായപൂർത്തി ആൺകുട്ടികൾ ഇപ്പൊ പരി കിടന്നുറക്കുണ്ടാവും, സുബീഷ് കഴിച്ചിട്ടുണ്ടാവില്ല. ഏറി എന്നാ 1-2 ദിവസം നമ്മള് കുഞ്ഞാനാ ഒന്ന് വെള്ളം പാരും, കുറച്ച് ഈമാൻ കൂടുതലുള്ള വാപ്പാരുണ്ട്, പിന്നെ തിരിഞ്ഞു നോക്കൂല. എന്റെ ഭാര്യയിൽ നിസ്കരിക്കാതെ ഒരു കുട്ടിക്ക് കിടക്കാനുള്ള അവകാശമില്ല. കിടന്നോക്കണം, വീരാണ്ട. എന്റെ ഭാര്യയിലല്ല വിരുന്നൊരാളും കിടക്കൂല. എന്റെ ഭാര്യത്തെ കുട്ടികളല്ല, വിരുന്ന് വന്നൊരാളും കൊടുക്കൂല ഞാൻ അവിടെ ഉണ്ടെങ്കിൽ. അതൊന്നും മാഞ്ഞാളൊന്നും അവിടെ പറ്റൂല. ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ പുതിയ പേരയിലല്ല, എന്റെ തറവാട്ടിലും അങ്ങനെയാണ്. എന്റെ തറവാട്ടിൽ ഞാനുള്ളപ്പോ വിരുന്നൊരാള് സുബൈക്ക് ഉറങ്ങുകയാണെങ്കിൽ വിവരം അറിയും. അങ്ങനത്തെ അവിടെ പാർക്കണ്ടെന്ന എന്റെ തീരുമാനം. എടുത്ത് പുറത്തിടും. എന്ത് വിരുന്ന് വന്നവർക്ക് നിസ്കാരത്തിന് അളവാ? അളിയങ്ങാനെ വിളിക്കണ്ടാണ്. അങ്ങനെയല്ല, അളിയങ്കാണ് വിളിക്കണ്ട പറയുംകോട്ടെ. അങ്ങനെ പറഞ്ഞമാരുണ്ട്. ഇടങ്ങാറാക്കണ്ട, അളിയാങ്കാണ്. വലിയ ഇടങ്ങാറല്ലേ ആക്കണ. കാരണം ഈ ചങ്ങായി ഇങ്ങനെ ഉറങ്ങിയ പിന്നെ നാളെ നരകത്തിക്കല്ലേ. അല്ലേ ഇടങ്ങാറാക്കല്? വിളിച്ചോണത്തെന്നുള്ള രക്ഷപ്പെടുത്തലല്ലേ? അല്ലേ ഈമാന്? ഞാൻ ദീർഘമാക്കി പറയുന്നില്ല, അതൊന്നും തലയിൽ കയറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ബാബ് എല്ലാരും മനസ്സിലുണ്ടാവും. നിസ്കാര ഈമാന്റെ തൂണാണ്, ദീനിന്റെ തൂണാണ്. അത് ഈമാനിൽ പെട്ടതാണ്. അതില്ലെങ്കിൽ ഈമാനില്ല. നിസ്കാരം ഒഴിവാക്കി അവൻ കാഫറായി എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെയും കൂടി ഒരു അർത്ഥമുണ്ട്. നിസ്കാരാണ്ട് ഒഴിവാക്കിയ പിന്നെ നെക്സ്റ്റ് കുഫറാണുള്ളത്. അതിന്റെ അടിയിൽ വേറൊന്നുമില്ല. അപ്പൊ അത്ര അടുത്താണ് ഈ സംഗതി കിടക്കുന്നത് എന്ന് മാനേജ ഒരു കുഴപ്പമില്ല. തൊട്ടടുത്തുള്ളതിനോട് നമ്മളതായി എന്ന് പറയില്ല. ഇപ്പൊ ഉദാഹരണം, ഞാൻ ഇപ്പൊ അങ്ങനെ കോഴിക്കോട് പോകണമെന്നിട്ട് ഇപ്പൊ ഇന്നലെ വരെ എനിക്ക് കുറെ ലോങ്ങാ പരിപാടി. അപ്പൊ അവര് വിളിച്ചു, കൊടുങ്ങല്ലൂരാണ് പരിപാടി. അപ്പൊ അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. വണ്ടി ബ്ലോക്ക് പെട്ടിട്ടാണ്ട് എത്തണില്ല. അപ്പൊ എത്താനായപ്പോ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. എത്തിയില്ല, സംഗതി എത്തിയില്ല. മതില് കായപ്പോ പറഞ്ഞു എത്തി. മതിൽ കന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞുണ്ടല്ലോ ദൂരം. കാരണം എന്താ എത്തിന്ന് പറയാൻ കാരണം എന്താ? ഇനി അടുത്ത ടൗണ് കൊടുങ്ങല്ലൂരാണ് എന്ന പോലെ. ഫഖദ് കഫറ ജിഹാറ, നിസ്കാരം ഒഴിവാക്കിയവൻ കാഫറായി എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കിയോണ്ട് കാഫറാകുക എന്നല്ല. പിന്നെ ഇനി ഉള്ളത് കാഫർ ആവലാണ്. അതിന്റെ അടുത്ത് വേറെ പ്രശ്നമില്ല. അടുത്ത ടൗണ് കുഫറാണ്. വണ്ടി അവിടെ എത്തിക്കണ. ഇത്ര ഗൗരവമുള്ള ഈ വിഷയത്തിനെ നമ്മുടെ മനസ്സിൽ ഇനി ചെറുതായി കാണാൻ പാടില്ല. നാള് ഒരാള് വന്നിട്ട് പറഞ്ഞു, മീനിന്റെ കാര്യങ്ങളൊക്കെ വളരെ പോക്കാണ് ഉസ്താദ്, പ്രത്യേകിച്ച് ദ്വാരക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്ന മീൻ കിട്ടുന്ന. അപ്പൊ അയാള് പാൻ എടുക്കാൻ നിൽക്കുക, വല്ല ദിക്കറും പറഞ്ഞെടുക്കുന്ന വിചാരിച്ചു. ഞാൻ വെച്ച് നിങ്ങളെ മീൻ പിടിക്കാൻ പോകുമ്പോ ലോറ് അസറൊക്കെ എവിടെ നിസ്കരിക്കുക. ആ കാക്ക 10-25 കൊല്ലായിട്ട് ലോറ് അസറ് നിസ്കരിച്ചിട്ട് തന്നെ ചെയ്യാം. എന്നിട്ടാണ് ദിക്കർ എഴുതാൻ നിൽക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഓൽക്ക് മീൻ കിട്ടണം.
ഇതാ നിസ്കാരത്തിന് ചൂടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓൽക്കൊന്നും നിസ്കാരം കള്ളാണില്ലല്ലോ. വേണമെന്നുള്ളവർക്ക് എവിടെ നിന്ന് നിസ്കരിക്കാം, കടലൊന്നും നിസ്കരിക്കാം. ഞാനെപ്പോഴും ഓർക്കും ചില ആൾക്കാർക്ക്. ഞാൻ മുമ്പ് ഒരു ചെറുപ്പം, ഞാൻ അത് 1-2 പ്രസംഗത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ പാസ്പോർട്ട് കാണാനില്ല, ഉസ്താദിലും പറഞ്ഞു തന്നെ. ഇപ്പോഴൊന്നല്ല, കുറച്ച് മുമ്പാണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ എന്താ കുട്ടിയാ എന്റെ പാസ്പോർട്ട് ഞാൻ എന്താ കാട്ടണം? അല്ല നിങ്ങളെന്തെങ്കിലും ചെല്ലാൻ തന്നാൽ മതി, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. അപ്പൊ ഞാൻ സ്വലാത്തെല്ലാം കൊടുത്തു. ഓൻ പോകുമ്പോ ഞാൻ പറഞ്ഞു, ഇത് സുബഹി നിസ്കരിച്ചിട്ട് ഇരുന്ന് ചെല്ലണം, നിസ്കാരം കളാക്കാൻ പാടില്ല. സുബഹി കളാക്കി നിസ്കരിച്ചൊരു കാര്യമില്ലല്ലോ. അപ്പൊ ഓൻ ചോദിച്ചു എന്നോട് എപ്പോഴാ സുബഹി കളാകാന്ന്. 31 വയസ്സുണ്ടോ, ഒരു ഓട്ടോ ഡ്രൈവറാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതുവരെ ആ ചങ്ങായി നിസ്കരിച്ചു ഞാനല്ലേ. അപ്പൊ ഞാൻ നിസ്കാരത്തിന്റെ ചൂടും പുകയൊക്കെ കുറെ പറഞ്ഞ് കളാക്കരുത്, പാസ്പോർട്ടിന്റെ വിഷയമല്ല, നരകത്ത് പോകുന്നൊക്കെ പറയുമ്പോ ഓനാന്നൊക്കെ സമ്മതിച്ചു പോയി. 7 ദിവസം അവനോട് ചെല്ലാൻ പറഞ്ഞു. 7 ദിവസം ചൊല്ലിയിട്ട് 8ാം ദിവസം കിട്ടാതെ ആയപ്പോ എന്റെ അടുത്തേക്ക് തന്നെ വന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനെന്താട്ടിന്, നമ്മളതിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുന്ന ആള്, അല്ലാതെ ഇപ്പൊ നമ്മളടുത്ത് വേറെ ഒന്നുമില്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ സലാത്തല്ലിന്റെ കൂലി കിട്ടും, സാധാരണ കിട്ടലുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് കിട്ടിയില്ലേന്ന് വെച്ചില്ല. ജപ്പള സുബഹി സ്കേച്ചിങ് ചോദിച്ചു. അപ്പൊ അവൻ 5 മണിക്ക് സ്കേച്ചിങ് കുഴപ്പമില്ല, അന്ന് 4:50 ബാങ്കുള്ള ചോദിച്ചപ്പോ ലൂറും അസുറും മാരിവൊക്കെ അല്ല അതൊന്നും ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ. അതൊന്നും ഉസ്താദ് പറഞ്ഞില്ല. ഇവനൊക്കെ ബന്ധക്കാരനെ. ഞാൻ അവനോട് പറയണം പാസ്പോർട്ട് കിട്ടണമെങ്കിൽ. അപ്പൊ എനിക്കൊരു കവിതയാണ് ഓർമ്മ വന്നത്. നുറക്കിയോ ദുനിയാനാം ബിതംസീഖി ദീനിനാ വലാ ദീനുനാ യബ്ഖാ വലാ മാ നുറക്കിയോ. യാഫി ഇമാമിന്റെ ഒരു കവിതയാണ്. ദീനും കണ്ട് പറിച്ചിട്ട് ദുന്യാവിന്റെ ഓട്ടടക്കുക, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് എന്റെ ക്ലാസ്സും പങ്കെടുക്കണേ. ഞാൻ അള്ളാഹിനെ സാക്ഷിയാക്കി പറയാം, എന്റെ ഉത്തരവാദിത്വം കഴിച്ചു. സക്കാത്ത് നിങ്ങളടുത്ത് പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ പോരെ. നോമ്പ് നിങ്ങൾക്ക് രോഗം ഉണ്ടെങ്കിൽ വേണ്ടല്ലോ. ഹജ്ജ് പൈസ ഉണ്ട്, പക്ഷെ മേനല്ലെങ്കിൽ പോണ്ടല്ലോ. പൈസ ഉണ്ട്, നടക്കാൻ വയ്യ, പോകാൻ വയ്യ, കുരക്കാണ്, തോഫ് ചെയ്യണ്ടേ, അവിടെ എത്തണ്ടേ, എന്നാ നിങ്ങൾക്ക് പോണ്ട. പക്ഷെ നിസ്കാരം അങ്ങനെയല്ലല്ലോ. അള്ളാഹിനോട് വരാൻ പറ്റുക. തൊള്ളയിലും പള്ളിയിലും ക്യാൻസർ ആയിരുന്നു, വേദനായിട്ട് പടഞ്ഞു കിടക്കണ എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ നരകത്തേക്ക് തോണ്ടിയിട്ടിടും. അപ്പോഴും നിസ്കാരത്തിന് ഒഴിവില്ല. അപ്പോഴും നിസ്കാരത്തിന് ഒഴിവില്ല. ക്യാൻസറാന്ന് പറഞ്ഞാലും ഒഴിയൂല, യുദ്ധക്കളത്തിലാന്ന് പറഞ്ഞാലും ഒഴിയൂല. യുദ്ധക്കളത്തിൽ നിസ്കാരമുണ്ട്, പക്ഷെ ഇതിനോട് ഒഴിക്കും. എന്തേ ലൂറ് അള്ളാക്കിന്ന്. ഞാൻ കളത്തിലല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യ കളത്തേക്ക് ഇങ്ങോട്ട് കയറി. അങ്ങനത്തെ നിസ്കാരാണ്. യുദ്ധവും ഇല്ല, ക്യാൻസറും ഇല്ല. ആരോഗ്യത്തോടെ നടക്കണമെന്ന് ഒഴിവാക്കണമെങ്കിൽ അള്ള വെറുതെ വിടുന്ന് കരുതുന്നുണ്ടോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സന്ദേശം നമ്മൾ അറിയുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആ വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ അതിന്റെ ദൗത്യമാണ്, ഉത്തരവാദിത്താണ്. മക്കളെ കുറിച്ച് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കൽ നമ്മളെ ഉത്തരവാദിത്താണ്. അള്ളാഹു ജീവിതകാലത്ത് ഫർളുസ്കാരം മിസ്സാകുന്ന ദുരന്തം, അതാണ് ദുരന്തം, അതാണ് ദുരിതം. അതിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم سلمنا يا سلام وارحمنا يا رحمن വസ്തുർ ഒഴിവുപന സത്താർ. ദർസിൽ പഠിക്കുന്ന ഒരു 2 കുട്ടികൾ, അജ്മല് അതുപോലെ ഷാമില്, അവരുടെ ചെറിയ പെങ്ങള് ഹോസ്പിറ്റലാണ്. കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് കേട്ടത്. അള്ളാഹുലം. ഏതായാലും അള്ളാഹു തല മാറ്റി കൊടുക്കട്ടെ. ആ കുട്ടീനെ വയറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് കൊല്ലണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവർക്കൊക്കെ അറിയാം. ഞാൻ മുമ്പുള്ള സ്ഥലത്ത് ഈ ഷാമിലിന്റെ വാപ്പന്റെ അടുത്ത് വന്ന്, വാറ്റിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, അതിനെ കൊല്ലണതിന്റെ വിധി എന്താന്ന് വെച്ചാൽ, അല്ലടോ ഷാമിൽ ആ പെങ്ങൾ തന്നെയല്ലേ എവിടോ അവനോടെ അല്ലേ? എന്തേന്ന് വെച്ചു, എന്തൊക്കെ കോലം കെട്ടതാണ്, പുറത്തു വന്നാൽ അപകടമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
ഞാൻ നിങ്ങൾ നിന്റെ അടുത്തേക്ക് എന്തിനാന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമ്പോൾ ചെയ്യാറ് അല്ല, അത് കിട്ടണമല്ല ആദ്യം. എന്നാ അവിടെ നോട്ട് ഒന്നും ഉണ്ടാവില്ല. അയാളെ മക്കളെ കൂട്ടത്തിൽ കാണാൻ ഏറ്റവും ചുരുക്കുള്ള നല്ല കുട്ടിയാ ഒരു കുഴപ്പമില്ല. അള്ളാനെ ഏൽപ്പിച്ച പോരെ. അപ്പൊ ആ കുട്ടിയാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ. അത് ഈ കുഴപ്പങ്ങളൊന്നുമല്ല. വേറൊരു സോക്കട് മൂത്രക്കല്ല് ചെറിയ കുട്ടിക്ക് മൂത്രക്കല്ല് എന്നുള്ള പ്രശ്നങ്ങൾക്ക് അറിയാലോ. അള്ളാഹു തആല ശിഫായി കൊടുക്കട്ടെ, രോഗങ്ങൾ അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ, അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെ എല്ലാ രോഗം, ദുരിതം, ദുരന്തം, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, പരാജയങ്ങൾ, തളർച്ചകൾ, തകർച്ചകൾ, ക്ഷീണങ്ങൾ, അനാരോഗ്യം എല്ലാത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പെടുന്നനെയുള്ള മരണത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്ക മദീനയിൽ അള്ളാഹു പലവട്ടം എത്തിക്കട്ടെ. അതിന്റെ തടസ്സങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولمن دفنا حول هذا المسجد ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.